ഇവനെന്താടി ഇത്രയും വലുതായിട്ട് ഈ കോലത്തിൽ തന്നെയാണാ? വലിയ നാണക്കാരനാ, വളർന്നിട്ട് നാണം മാറിയിട്ടില്ല. ഇവൻ ഏത് വെള്ളത്തിലാ കേറണത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ വള്ളത്തിലും കയറും, പക്ഷെ കരയിലിരിക്കുമ്പോഴാന്ന് മാത്രം. കടലിൽ പോണവന് പേടിയാ. പേടിയുണ്ടൊന്നുമല്ല, ഉപ്പുവെള്ളത്തിൽ ഇറങ്ങിയ എന്റെ ക്യൂട്ടസ് പോവും. എന്നാലും കരയിൽ നിന്ന് അവൻ കാശുണ്ടാക്കണ്ട്, ഡാൻസ് പഠിപ്പിച്ചിട്ട്. 12 കുട്ടികളുണ്ട്. എന്താടി കേക്കണത്? തൊഴയും പങ്കായി എടുത്തു കൊടുക്കേണ്ട സമയം ഇവനെ തുള്ളാനാണ് വിട്ടത്. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഈ ചളിനെ ചവിട്ടിക്കൂട്ടി കടലിലെറിയാൻ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. വെറുതെ അല്ലേ സാധനത്തിന് പിടിച്ച് ജയിലിട്ടത്. അവൻ വലിയ ദേഷ്യക്കാരനാ, നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ദേ, അച്ഛൻ മോനും വാങ്ങിച്ചോണ്ടോന്ന് പരിപ്പോടാ. കൊണ്ടുവന്ന ആളെ ഞങ്ങൾ തിന്നാ മതി. പണിയെടുക്കുന്ന കാശിന് ഞാൻ അസൽ കാഡ്ബർസ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മുളക് തിന്ന് ചോര തൂറാനേ വേറെ ആളെ നോക്കിയാൽ മതി. മുണ്ടില്ലേ ഞാൻ? കണ്ടോ, അവൻ പിണങ്ങി. നീയേ അവനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടാ. നിന്റെ അമ്മ പെങ്കൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ശാന്തമ്മ ആൺകൊച്ചുണ്ടാവാൻ പ്രാർത്ഥിച്ചു കാണും. അതാ ഇങ്ങനെ രണ്ടും പപ്പാതിയായി പോയത്. എനിക്ക് വയറ് ഭയങ്കര എരിച്ചില്. എന്താണാവോ? നീ ഇച്ചിരി കഞ്ഞികളോട് വെച്ചേ. ആ വാ, പിള്ളേര് വീട്ടിൽ പോ, വീട്ടിൽ പോകോ. നടക്കടി അങ്ങാട്ട്. നടക്കേല്ലേ? ഒന്ന് വേഗം ആവട്ടടാ. തുണ ഓടിക്ക് നിക്ക്. അതങ്ങാട്ട് വലിച്ചു കെട്ടന്റെ പുഷ്കര. കുമാരേട്ടാ, വന്ന ആരാണെന്ന് നോക്കി. കുമാരേട്ടന്റെ അച്ഛനെ തീർത്ത് കളഞ്ഞ ആളാ. ഒന്ന് നിന്നേ. തനിക്കെന്നെ മനസ്സിലായ? എവിടെ മനസ്സിലാകാൻ, അന്ന് 13-14 വയസ്സ്. ഇപ്പൊ വളർന്ന് മോറൊക്കെ അങ്ങാട്ട് മാറിയില്ലേ. പണ്ടത്തെ തന്റെ പരാക്രമത്തിൽ ചത്തത് എന്റെ അച്ഛനാ. കുമാരൻ. ഓർമ്മയുണ്ട്, ഞാൻ വളർന്നപ്പോ ഞാൻ അറിയാതെ എന്റെ കുറുമ്പും അങ്ങാട്ട് വളർന്നു. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൊമ്പൻ കുമാരനാ വിളിക്കണത്. എനിക്കും അവളെ ഇഷ്ടമാണ്. കൊമ്പനല്ലേ, പിടിയല്ലല്ലേ. മോനവിടെ വീട്ടിലുണ്ട്, രാധാകൃഷ്ണൻ. ഇത് നിങ്ങ തല്ലിക്കൊന്നവന്റെ വിത്താ, പടുമുളയാ. എന്നോട് വലിയ ലോഹ്യൊന്നും കാട്ടണ്ട. നിങ്ങൾക്കറിയോ, അച്ഛനില്ലാണ്ടായപ്പോ ഞങ്ങ പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി. അത് സഹിക്കാണ്ടായപ്പോ അമ്മ എന്നെ കളഞ്ഞിട്ടൊരു വരുത്തന്റെ കൂടെ പൊറുതിക്ക് പോയി. എന്നിട്ടും കുമാരനീ തുറവിട്ട് പോയില്ല. വള്ളത്തേന്ന് മീൻ വാരിയും തമ്മിത്തല്ലി അങ്ങ് വളർന്ന്. എന്തിനാണെന്നാ? എന്നെങ്കിലും ഒരിക്കൽ തന്റെ മുന്നിൽ വന്ന് ഇതുപോലൊന്ന് നിൽക്കാൻ. ഇപ്പൊ ഒറ്റ കുത്തിന് തന്നെ വേണമെങ്കിൽ എനിക്ക് കൊല്ലാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് താൻ ചാകാൻ പാടില്ല. താൻ ഈ തുറയെ കിടന്ന് നരകിച്ച് നീറി ചാകണം. അത് കണ്ടാലേ കുമാരന്റെ ഉള്ളും തണുക്കൂ. മോനെ, അന്നൊരു കയ്യബദ്ധം. എന്നെ ഭ്രാന്ത് കെട്ടാതെ വേഗം പോടോ. നോക്കി നിൽക്കാണ്ട് പണിയെടുക്കണം പന്നികളെ. ആടായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, വെറുതെ തിന്നോണ്ട് നടക്കാലോ. ഇനി വേണ്ട, മുട്ടനാട് കണ്ട കുഴപ്പം. എന്താടാ? ഒന്ന് നിന്നേ. എന്താ നീ ചാണാത്തി കൈ കുത്തി വീണു? പോവാസത്തെ, ഇത് മൈലാഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? എന്തിനാ? ടൗണിൽ പോണ്ട, എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിരിപ്പട്ടെ. പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടോ. പക്ഷെ ഞാനത് കുങ്കുമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളീസായിട്ടിരിക്കുക ലോറൻസേ. ഇനി 10ന്റെ പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ? ആട് കൊണ്ടുപോയതാ. അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. നീ ആരും കാണാതെ ഈ കത്ത് സരളയ്ക്കൊന്ന് കൊടുക്കണം. അത് ശരി. അപ്പൊ ഞാൻ സംശയിച്ച ശരി തന്നെയാ. കൊറേ കാലമായി സരള കാണുമ്പോ ലോറൻസിന് ഒരു ചോര കൂടി. മനസ്സിലിപ്പോ ഇതായിരുന്നല്ലേ? ലോറൻസിന് അത്രയ്ക്ക് വിഷമാണെങ്കിൽ സരളെ കാണുമ്പോ നേരിട്ട് എന്നങ്ങോട്ട് പറഞ്ഞൂടെ? എന്ത്? രാധേ, പ്രേമാണെങ്കിൽ പ്രേമാണെന്ന് പറഞ്ഞൂടെ? മുക്കറഞ്ചിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അത് ശരി. അപ്പൊ ചാള കരച്ചട്ടിലായി. ഇനിയിപ്പോ എന്താ മതി? ലവ് ലെറ്ററൊക്കെ ഞാൻ കൊടുക്കാം. പക്ഷെ അവളെ ചതിക്കൂലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്യണം. ഞാൻ വഞ്ചിക്കും. നീ വഞ്ചിക്ക് പോവില്ലെന്നാ? എടാ, ചതിക്കില്ലെന്ന്. നീയാണ് സത്യം. ശരി, എന്റെ കൈ ഒഴിയൂല. ഈ എളിയിലേക്ക് വെച്ചോ. ഇവിടെ ആളെത്ര വെടിപ്പല്ലല്ല. അവളെ ഒന്നും വഞ്ചിച്ചക്കല്ലേ ദുഷ്ടാ. സരളയുടെ കാര്യം ഓർത്തിട്ടല്ല. എന്റെ തല പൊട്ടി തെറിച്ചു പോകും. അവന്റെ ഒടുക്കത്തെ ഒരു സത്യപ്രതിജ്ഞ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ലോറൻസേ, സരളയുടെ വീട്ടിലെ ദഹനക്കേട് കൊണ്ട് പോലും ഒരു ഛർദി ഉണ്ടാവരുത്. ലോറൻസ് പോ. വല്ലവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ലവ്വാന്ന് വിചാരിക്കും. ലോറൻസ് പോ. അമ്മിണി, മോൾട്ടി ചെയ്യാലേ ഇന്നോടി. തെങ്ങും പറിച്ചിട്ട് ഓടലാട്ടമ്മണി.
എന്നിട്ട് കുമാരേട്ടൻ എന്ത് ചെയ്തു? ഞാൻ അവനിട്ട് നല്ല പെട വിളിച്ചു. അതേതായാലും നന്നായി. ഓ യമഹയായിരുന്നാ? ഞാൻ വിരിച്ച സ്രാവിനെ തലക്കൊന്നുണ്ടോ വന്ന്. ഈശ്വരാ, ഇതെന്താ തടാകോ? ഷൂ, ആരും കണ്ടില്ല. ഓ, അപ്പില് ചവിട്ടിയ പോലെയായി. പ്രിയ സഖി ഗംഗേ പയറു പറയൂ. അല്ല കുമാരേട്ടാ, ഇവ ശരിക്കും ആണാണോ അതോ പെണ്ണാണ്? എനിക്കത് ചെറുപ്പകാലം മൂലേ തുടങ്ങിയ സംശയം. അല്ല, ആണാണെങ്കിൽ ഈ പ്രായം കുഴപ്പമാണേ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ഹേയ്, ഞാൻ ഇടപെട്ടാ ശരിയാകില്ല. അവൻ ചെന്ന് മാലുവിനോട് പറയും. പിന്നെ അവള് വേണം. നിങ്ങൾ ചെല്ലു. എങ്കി വാടാ, ഇപ്പുറത്തൂടെ പോയി അവൻ അവിടെ വെച്ച് പിടിക്കാം. വസോട്ടാ, വല തുന്നുമ്പോ മീൻ ചാടിപ്പാൻ തൊള്ളയിടണേ. നീ പോടിയാണ്. ഓടി തന്റെ അപ്പനാ. തന്തന താനാ തന തന തന്തന താനാ ഉയ്യാര ഉയ്യാ. നിക്കടാ അവിടെ നിക്കടാ. ഈ തുറക്കാരുടെ കുറെ കാലായിട്ടുള്ള സംശയമാണ്, നീ ആണാണാ പെണ്ണാണെന്ന്. പോടെ വേളെ, നിനക്കില്ലടാ അമ്മമ്മമാരൊക്കെ. സ്വന്തം സഹോദരയുടെ ആണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പെരുമാറോടാ. ഓ, ഞങ്ങളൊന്ന് കണ്ടാ ഇപ്പൊ എന്താ? അങ്ങനെ കാണണമെങ്കിൽ തന്നെത്താൻ പോയി കണ്ണാടി നോക്കടാ ഊളകളെ. വായി നോക്കൽ ഇറങ്ങിയിരിക്കുക മനുഷ്യന്മാരെ വഴിയടക്കാൻ സമ്മതിക്കാത്ത നാറികള്. എന്റെ അടുത്ത് കളിക്കാൻ വന്നിട്ടല്ലോ, ഒറ്റ പിച്ചു ചേരിട്ടോ ഞാൻ. പട്ടികളെ പറ്റിയല്ലോ എന്റെ കുഞ്ഞിനെ. അനുഭവിക്ക്, അമ്മേ മോനും കൂടി അനുഭവിക്ക്. പെങ്കൊച്ചുകളില്ലാന്ന് പറഞ്ഞ് വളർത്തിയെടുത്തതല്ലേ. ചത്ത് തലക്ക് മുകളിലിരിക്കുന്ന തള്ളയെടുത്ത് പോയി പരാതി പറ. എനിക്ക് മേല. ഇതിന്റെ പേരിൽ തല്ലാനും കൊല്ലാനും ഒന്നും എനിക്ക് മേല. ഇവൻ ഒരുത്ത കാരണം ജയിലിൽ കിടന്ന് തൊലഞ്ഞത് എന്റെ ജീവിതമാണ്. ഒന്നും മുണ്ടാണ്ടിരി, ചെക്കനപ്പുറത്തിരിപ്പുണ്ട്. ചെക്കനാവൻ ചെക്കനായിരുന്നെങ്കിൽ നാട്ടുകാർ പിടിച്ചിങ്ങനെ തുണിയില്ലയോ? അവനെ പറ്റ തള്ളയായ നിനക്കെങ്കിലും ഉറപ്പണ്ട അവൻ ചെക്കനാന്ന്. പെൺകുട്ടികളില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാരും ഇങ്ങനെ വളർത്തിയത്. എന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കണ കണ്ടില്ലേ മുത്തശ്ശി? എന്റെ മോൻ ആൺകുട്ടിയാണെന്ന് ഈ തുറക്കാർ കൊണ്ട് പറയിപ്പിക്കണം. എന്റെ മോനെ കണ്ട് ഈ തുറയിൽ പെങ്കൊച്ചുങ്ങൾ മോഹിക്കണം. മോനെ ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. അപ്പൊ ഈ കരക്കാര് പറയും രാധാകൃഷ്ണൻ ഒരു ആൺകുട്ടിയാണെന്ന്. എന്ത് പട്ടം നീ കുറച്ച് മാറി നിൽക്കും. ഞാൻ മാറി എന്തെങ്ങനെ നോക്കിയിരിക്കണേ? വരണണ്ട നീ. അയ്യോ, പോണ താഴത്തേക്ക് പോയി.
എനിക്ക് എന്താ പറ്റിയേ? എന്റെ മോനെ കണ്ട് ഈ തൊറയിലെ പെങ്കുച്ചുങ്ങൾ മോഹിക്കണം. മോനും ഒരുത്തിയെ മോഹിക്കണം, മോഹിച്ച് കെട്ടണം. മഴ മഴ ഓടിക്കോ 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 സർവേശി ഓടിക്കോ അയ്യോ പട്ടം കീറിപ്പോയി. പട്ടം പറപ്പിക്കാനും പറ്റിയില്ല. പോടുന്നത് ഇത് മാലുവിന്റെ മോക്ക മാറും. രാധ എവിടെ? അവിടെ ഇരിപ്പുണ്ട്. നീ എന്നോട് വഴക്കൊന്നും വിചാരിക്കണ്ട. ശാന്തടത്തി പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞ പാടെ ഞാൻ അവന്മാർക്കിട്ട് നല്ല പെടയും പഠിച്ചു. ആ കൂട്ടും ഇനിയും വേണ്ടെന്ന് വെച്ചു. നിന്നെ തൊട്ടാ ഞാൻ സഹിക്കൂടാ. ചെറുപ്പത്തിൽ ഇത്തിരി കുറുമ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് വളർന്നവരല്ലേടാ നമ്മള്. ശരിക്കും തല്ലിയ അവന്മാരെ. തല്ലിയാന്ന ഇനി അവന്മാരെ നിന്റെ നേരെ നോക്കൂല. അവന്മാർക്ക് അത് കിട്ടിയ പോരാ. ആ വായി നോക്കിയാൽ കടപ്പുറത്ത് തൂറായിരിക്കുമ്പോ ഞണ്ടു നിർക്കണം. എന്നിട്ട് അവന്മാര് എന്നെ കുനിഞ്ഞു നോക്കട്ടെ ആണാണോ പെണ്ണാണോ എന്ന്. അതൊക്കെ പോട്ടെ. മാലു എന്നെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അവർക്കൊക്കെ നല്ല അഭിപ്രായടോ. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിൽ നീ അവളോടൊന്ന് ചോദിക്കടാ, എന്നെ കല്യാണം കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണെന്ന്. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെങ്ങനെ ശരിയാവാനാ? അല്ല ഈ തൊറയിൽ ആശ സമ്മതിക്കോ? ആശാൻ സമ്മതിക്കും. ഇനിയിപ്പൊ ആശാൻ സമ്മതിച്ചില്ലേലും എനിക്ക് അവളുടെ സമ്മതം മതി. കുമാരൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണത്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, കുമാരന്റെ ഇപ്പോഴത്തെ നില അനുസരിച്ച് അവള് പോരാ. അവളെക്കാളും പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണു വേണമെന്നാ എന്റെ അഭിപ്രായം. അവളല്ലാതെ വേറൊരു ഭൂലോക സുന്ദരിനെ എനിക്ക് വേണ്ടടാ. എനിക്ക് അവള് മതി. എങ്കിലേ രഹസ്യം ഞാൻ തുറന്നു പറയാം. ഞാനത് പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. ഞാനത് പറയാതിരുന്ന നിങ്ങളുടെ കുടുംബജീവിതം ചിലപ്പോ തകർന്നാലോ. എന്താടാ? മാലു ഒരു മഹാരോഗത്തിന്റെ അടിമയാണ്. മാലുവിന്റെ മുട്ടാലിന്റെ മുകളില് 4 വരട്ടി ചോറിയുണ്ട്. അത് നീ എങ്ങനെ കണ്ട്? തൊങ്കിച്ചാടി കളിച്ചപ്പോ പിന്നെ എപ്പോഴും ഇങ്ങനെ മാതികൊണ്ട് നടക്കണ മനസ്സിലാവില്ലേ? പകരണം നല്ല അസല് വരട്ടി ചൊറിയാ. കല്യാണം കഴിഞ്ഞാൽ കെട്ടിയോളും കൂടി മാതികൊണ്ട് നടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒരു ചൊറിയത്തെ കുമാരന് ഭാര്യയാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആലോചിക്കാൻ കുമാരന് ഇനി സമയമുണ്ട്. അതൊന്നും സാരമില്ല. എന്നെ കെട്ടാൻ അവക്ക് ഇഷ്ടമാണോ നിനക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം. പക്ഷെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല, നീ ഒന്ന് ചോദിക്ക്. എടാ വണ്ടി കയറ്റി കൊണ്ടുപോവാം. അതിൽ ചാള കയറ്റിയാൽ മതി. ചൊറി പിടിക്കാൻ പോണവനെ.
പറഞ്ഞ് അന്വേഷിച്ചെന്ന്? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ. എന്താ? മനസ്സിലുള്ളത് എന്തായാലും നീ എന്നോട് തുറന്നു പറയണം. കുമാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന്. കുമാരേട്ടൻ അങ്ങനെ പറഞ്ഞാ? ശരിക്കും പറഞ്ഞതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാനെന്ത് പറയാൻ? മറുപടി പറയേണ്ടത് നീയല്ലേ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ നിന്റെ അഭിപ്രായം? കുമാരൻ നല്ല കാശുള്ള ആളല്ലേ. ഈ തുറയിൽ സിലിക്കന്റെ കുപ്പായിടുന്നത് അയാൾ മാത്ര. പിന്നെ അയാളുടെ മസിലി കണ്ടോ? നല്ല ചാളത്തടി പോലെ ഇരിക്കും. കാര്യം ആള് വൃത്തികെട്ടവനാണെങ്കിലും നല്ല മനുഷ്യനാ. എന്താ നിനക്ക് അയാളെ കെട്ടാൻ ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താ എന്താ നിന്റെ മുഖം മാറിയേ? ഒന്നുമില്ല. നിനക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്ന ഞാൻ കരുതി. കുമാരേട്ടൻ എന്താ കുഴപ്പം? നീ പറഞ്ഞ പോലെ നല്ല കാശുള്ള ആള്, ആര് വന്നാലും നല്ല ഇടി കൊടുക്കണ ആള്. എന്നെ ആള് നല്ല പൊന്നു പോലെ നോയിക്കോളും. ഇതിൽ കൂടുതൽ ഒരു തുറയിലെ പെണ്ണിന് എന്താ വേണ്ടേ? ശരിയാ. ശരിയാണോ?